പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ദൈവമക്കളെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇത് വാച്ച് ചെയ്തോളാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ഉണർന്നിരുന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ലോകരാഷ്ട്രത്തിൽ യഹൂദന്റെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുന്ന ഒരു നാളുണ്ട്. ആ ദിവസങ്ങളിൽ ഞാനും നിങ്ങൾ ജീവിക്കുകയാണ്. യോവേൽ പറഞ്ഞതുപോലെ അന്ന് ഞാനൊരു കാര്യം നിർണയിച്ചിട്ടുണ്ട്. സകല ജാതികളെ ഞാൻ യഹോശാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരും. ഏതാ യഹോശാഫാത്ത് താഴ്വര? ഇസ്രായേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്കിന്റെ ഒരു ഭാഗമാണ്. വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഈ ബൈബിളിൽ പറഞ്ഞ പ്രവചനം ഞാൻ കാണിക്കാം ഈ ദിവസങ്ങളിൽ. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തിലാണ് യെരുശലേം ദേവാലയം നിന്ന സ്ഥലം ഒരു ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ റീറ്റെയിനിങ് വാൾ ആണ് നമ്മളിപ്പോ കാണുന്ന വെയിലിംഗ് വാൾ. അതിന്റെ സൈഡിലോട്ട് നോക്കിയാൽ, ഒലിമലയിൽ നിന്ന് നോക്കിയാൽ വലിയൊരു താഴ്വരയും, ആ താഴ്വര കടന്ന് കിദ്രോൻ താഴ്വരയാണ് അടിയിൽ. ആ താഴ്വരയ്ക്ക് വേറൊരു പേരുണ്ട്, വാലി ഓഫ് ഹിനോം. ആ താഴ്വര കഴിഞ്ഞ് മുകളിലോട്ട് പോയാൽ ഒലിമലയാണ്. ഈ താഴ്വരയുടെ നമുക്ക് ഒരു ചരിവ് ഒലിമലയിൽ നിന്ന് നോക്കിയാൽ കാണാം. ആ താഴ്വരയാണ്, ആ ചരിവാണ് യഹോശാഫാത്ത് താഴ്വര. അവിടെ വരുമെന്ന് സൈന്യങ്ങൾ, ലോക സൈന്യങ്ങളെ അവിടെ കൊണ്ടുവരികയാണ്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വേദവസ്വം പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ മതി. എന്നാൽ യഹൂദ മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അന്തിമ ന്യായവിധിയുടെ സ്ഥലമാണിതെന്ന് പറയുന്നു. ഈവൻ ഖുർആൻ പോലും പറയുന്നു. വാലി ഓഫ് ഡിസിഷൻ എന്ന് യോവേലിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോവേൽ 2:12 വാക്യങ്ങൾ. വാലി ഓഫ് ഡിസിഷൻ, വിധിയുടെ താഴ്വര എന്നാണ്. ലോക ജനത അവിടെ കൂടാൻ പോവുകയാണ്. നോക്കുക, ഈ പ്രശ്നം രൂക്ഷമാകാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഇസ്രായേലിൽ കാണുന്ന പ്രശ്നമുണ്ടല്ലോ, ഇന്ന് ശബ്ദമുയർത്തുകയാണ്. അതിനവർ പറയുന്നത്, നിങ്ങൾ ഇസ്രായേലിൽ ചെന്നാൽ കേൾക്കാം, നമ്മുടെ ഗൈഡുകൾ പറയുന്ന കേൾക്കാം. മാത്രമല്ല, ഇന്നത്തെ മീഡിയയിൽ എന്താ പറയുന്നത്? ഒക്യുപ്പൈഡ് ലാൻഡ്, യഹൂദൻ ഒക്യുപ്പൈ ചെയ്ത ലാൻഡാണ്. അങ്ങനെ ആക്കി മീഡിയ. ആരെങ്കിലും പറയുന്നുണ്ടോ 67 ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടി വന്നപ്പോൾ അവർ പിടിച്ചെടുത്ത സ്ഥലമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അവർ പറയുന്നത് അതല്ല. അവർ പറയുന്നത് ഇത് ഒക്യുപ്പൈഡ് ലാൻഡാണ്. ഇത് പ്രശ്നമാകാൻ പോവുകയാണ്. ആ പ്രശ്നത്തിന്റെ മൂർച്ഛന്റെ അവസ്ഥയിൽ യഹൂദന്റെ കയ്യിലുള്ള സകല ആയുധങ്ങളെ തീരാൻ പോവുകയാണ്. ഇന്നവര് ഈ അഹങ്കരിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്നാ? ദേ ആർ എ ന്യൂക്ലിയർ നേഷൻ. പക്ഷേ 3.5 വർഷം കൊണ്ട്, ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം നിർത്താം. നിങ്ങൾ ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം എടുത്താട്ടെ. യഹൂദന്റെ കയ്യിലുള്ള സകല ആയുധങ്ങളും തീരും. 3.5 വർഷം കൊണ്ട് അവർ, ഈ ദിവസങ്ങളിൽ നെതന്യാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറബികൾ ആയുധം താഴെ വെച്ചാൽ സമാധാനം, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ കാണത്തില്ല. നമ്മൾ പത്രോസിന്റെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് നിർത്തിയത്. അവിടെ യഹൂദന്മാരോട് പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 21 വരെയുള്ള വാക്യം നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു എന്ന് മടങ്ങി വരുമെന്ന് ഒരു സൂചന അവിടെ പത്രോസ് പറയുന്നുണ്ട്. അത് ദൈവമക്കളായി നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുവാൻ കടംപെട്ടവരാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ വായിക്കുന്നുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് പോയി, സ്വർഗം അവനെ കൈക്കൊള്ളുന്നത് എന്ന് വരെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വരെയാണ് സ്വർഗവനെ കൈക്കൊള്ളുന്നത്? വിശുദ്ധ ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനത്താകുന്ന കാലം വരെ. ഇംഗ്ലീഷ് ബൈബിളിൽ അല്പം കൂടെ വിഭിന്നമാണ്. അണ്ടിൽ ദ ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ. ടൈംസ് എന്നുള്ളത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ there is a time of restoration, a series of restoration. അതിന്റെ ഒരു തുടർമാനമായ യഥാസ്ഥാനത്തിന്റെ കാലയളവ് നടക്കുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളണം. എന്റെ സഹോദരന്മാരോടും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവദാസന്മാരോടൊക്കെ ഞാൻ ഓർപ്പിച്ചത്, ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലയളവ് ഈ റിസ്റ്റോറേഷൻ നടക്കുന്ന കാലയളവാണ്. 2000 വർഷമായി
നാം തിരുവചനത്തിൽ വായിച്ചതുപോലെ യാതൊരു കരുണയും ദൈവം അവരോട് കാണിച്ചില്ല. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് അവരും അവരുടെ മക്കൾക്ക് വേണ്ടി അവർ ആർത്തട്ടഹസിച്ചപ്പോൾ, ദൈവപുത്രനെ ക്രൂശിക്കുമ്പോൾ അവർ ചോദിച്ചു മേടിക്കുകയായിരുന്നു. ദൈവം അവരോട് ഒരു കരുണയും കാണിക്കാതെ, റോമലേഖനം 11:15 വിശുദ്ധ പൗലോസ് പറഞ്ഞ പോലെ അവരെ ഭ്രംശം, കാസ്റ്റിംഗ് ഓഫ് ദം, അവരെ ദൈവം തെള്ളിക്കളഞ്ഞ ഒരു കാലഘട്ടമാണ്. തെള്ളിക്കളഞ്ഞ ഒരു കാലഘട്ടം. ആ തെള്ളിക്കളഞ്ഞ കാലഘട്ടത്തിൽ ദൈവം മറ്റൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടു. എന്താണ് ആ പ്രവൃത്തി? നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ വായിക്കുന്നു, ജാതികളിൽ നിന്ന് ഒരു ജനത്തെ തന്റെ നാമത്തിനായി തിരഞ്ഞെടുപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നോക്കുക, ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവസഭയുടെ പണി നടക്കുന്നു. യഹൂദരോടുള്ള ഇടപെടൽ അവസാനിപ്പിച്ച് അവനെ തെള്ളിക്കളഞ്ഞ്, ആത്മികമായും രാഷ്ട്രീയമായും അവനെ തെള്ളിക്കളഞ്ഞ്, അവനെ പരിഗണിക്കാതെ എന്നോടും നിങ്ങളോടും കരുണ കാണിച്ച് ജാതികളിൽ നിന്നൊരു ജനത്തെ തന്റെ നാമത്തിന് വേണ്ടി ദൈവം എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങൾ കടന്നുപോയി. യാതൊരു കരുണയും കാണിച്ചില്ല. ദൈവം അവരോട് കരുണ കാണിക്കാതെ കിടന്ന കാലം. എന്നാൽ നമ്മൾ പ്രത്യേക ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. യെരമ്യാ പ്രവചനത്തിൽ വരുമ്പോൾ ഇവരോട് കരുണ കാണിക്കാതെ കിടക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടം അവസാനിക്കുന്നതിന്റെ ചിത്രം തിരുവചനത്തിലുണ്ട്. നോക്കട്ടെ, യെരമ്യാ പ്രവചനം 24-ാം അധ്യായം. ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ദേശത്തിലേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും പൊളിച്ചു കളയില്ല, അവരെ നടും പറിച്ചു കളയില്ല. ഈ വാക്യത്തിന്റെ പ്രാധാന്യത ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഈ യെരമ്യാവിൽ തന്നെ 31-ാം അധ്യായം എന്ന് എടുത്താട്ടെ. യെരമ്യാവ് 31-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നോക്കിയാട്ടെ. ദൈവത്തിന്റെ രണ്ട് വിധമായ ഇടപെടൽ, ഈ ജനത്തോട് രണ്ട് വിധത്തിൽ ദൈവം ഇടപെടുന്നത് കാണിച്ചിരുന്നു. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ സഹോദരന്മാരെ ആ വാക്ക് കുറിക്കൊള്ളുക. As I was watching over them to pluck them up and to destroy. കഴിഞ്ഞ 2000 വർഷമായി അവരെ പറിച്ചു മുടിച്ചു കളയുവാൻ. നമുക്കറിയാം, പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ to pluck them up, to uproot them. വചനത്തിലെ വാക്യങ്ങളെല്ലാം ഞാൻ എടുക്കുന്നില്ല. നിങ്ങളെ പറിച്ചു കളയുമെന്ന് പറഞ്ഞു. നോക്കുക, പാലും തേനും ഒഴുകുന്ന ഒരു ദേശം, ദൈവം നല്ല ദേശം എന്ന് പറഞ്ഞ് ഒറ്റുകാരെ ഒരു മുന്തിരിക്കുല 2 പേർ ചുമന്നുകൊണ്ട് വരത്തക്കവണ്ണം അത്ര സുഭിക്ഷമായ ഒരു ദേശം. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദേശത്ത് 7 വിധമായ ഫലങ്ങളാണ് കായ്ക്കുന്നത്. നിനക്ക് സംതൃപ്തിയായി ജീവിക്കാനുള്ളതുണ്ട്. ആ ദേശമുണ്ടല്ലോ, ദൈവം പറഞ്ഞു അവിടെ നിന്ന് നിന്നെ ഞാൻ പറിച്ചു കളയും. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട് AD 70 അവരെ പറിച്ചു കളഞ്ഞെന്നല്ല. AD 70 യെരുശലേമും ദേവാലയവും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. അവരുടെ യെരുശലേമിന്റെ ചുറ്റുമുള്ള പ്രാന്തപ്രദേശം നശിപ്പിക്കപ്പെട്ടു. അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഏതാണ്ട് 90 കോട്ടകളും കാസ്റ്റൽസും മോർ ദാൻ 900-900-ത്തിലധികം ഗ്രാമങ്ങളും ഇസ്രായേലിലുണ്ട്. അവിടെ ഒന്നും നശിപ്പിച്ചിട്ടില്ല. പക്ഷേ ദൈവജനത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ പറിച്ചു കളയും. ചരിത്രം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താം. AD 135 എംപറർ ഹേഡ്രിയൻ, അതിന്റെ ചരിത്രം നോക്കിയാൽ യഹൂദന്റെ ദേവാലയം നിന്നിടത്ത് എംപറർ ഹേഡ്രിയൻ AD 132 ഒരു ജൂപ്പിറ്റർ ദേവൻ ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. ആ ദേവാലയം പണിയാൻ താൻ പദ്ധതിയിട്ടപ്പോൾ ഒരു ഫോൾസ് മഷിഹ, ഒരു ബാർകോച്ച്ബ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ അവർ ആവേശത്തോടെ ഒന്നിച്ചുകൂടി റോമാക്കാരെ ഏതാണ്ട് 2-3 വർഷം മാറ്റി നിർത്തി. ആ കാലത്ത് ഭരിക്കുന്നത് എംപറർ ഹേഡ്രിയൻ ആണ്. നോക്കുക, റോമാക്കാർ വളരെ ഫ്യൂരിയസ് ആയി ജൂലിയസ് സെവീരിയസ് എന്ന് പറയുന്ന സൈന്യാധിപനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അദ്ദേഹം ഏതാണ്ട് 6 ലക്ഷത്തോളം യഹൂദനെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തിയിട്ട് അവരോട് കൽപ്പന പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവൻ വേണോ ഇവിടെ നിന്ന് പോയിക്കോണം. എംപറർ ഹേഡ്രിയൻ ഒരു കൽപ്പന കൊടുത്തു, നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. യഹൂദൻ ആ ദേശത്ത് നിന്ന് പലായനം ചെയ്തു. ആ ദേശത്ത് നിന്ന് യഹൂദൻ ഓടിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, 1800-ാം ആണ്ടിൽ യെരുശലേമിൽ 300 യഹൂദനിൽ കൂടുതലില്ല. 1827 പലസ്തീൻ പരിശോധിച്ചാൽ 500 യഹൂദന്മാരില്ല. 1865 ഏതാണ്ട് 10,000 യഹൂദന്മാരേ ഉള്ളൂ. എന്താ ഞാൻ ഈ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഓർക്കണം, നിന്നെ ഞാൻ പറിച്ചു കളയും. I will watch over you to pluck them up and to destroy. അടുത്ത ഭാഗം, ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം എന്തുവാ? As I was watching over you to pluck you and to destroy, I will watch over them to build and to plant. അവരെ പണിയുവാനും നടുവാനും ഞാൻ ജാഗരിക്കും. ഇതാണ് നമ്മൾ 24-ാം അധ്യായത്തിൽ വായിച്ചത്. 24-ാം അധ്യായത്തില് ഞാൻ എന്റെ ദൃഷ്ടി അവരുടെ നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ വീണ്ടും ഇവിടെ കൊണ്ടുവരും. അവരെ ഞാൻ പണിയും, അവരെ ഞാൻ പൊളിക്കില്ല, ഞാൻ അവരെ നടും. എന്റെ സഹോദരന്മാരെ, ഇതാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19 തൊട്ടുള്ള വാക്യത്തിൽ പറഞ്ഞത്, until all these things are restored. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം റീസ്റ്റോർ ചെയ്യണം. ഞാൻ നിങ്ങളിന്ന് ജീവിക്കുന്ന കാലയളവ്
യാതൊരു കരുണയും കാണിക്കാതെ കിടന്ന ജനമുണ്ടല്ലോ. 102-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം, സഹോദരി ആ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. ആ 13-ാം വാക്യം പ്രിയപ്പെട്ടവരെ വളരെ കരുതലോടുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. the set time, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. the set time to show her favor, അവളോട് കരുണ കാണിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ സെറ്റ് ടൈം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്നെ കേൾക്കുന്ന സഹോദരീസന്മാരെ, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലയളവിലാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ചൂണ്ടിക്കാണിച്ചു, സ്വർഗത്തിലെ ദൈവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമമോർത്തു. ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് 6-ാം അധ്യായം പുറപ്പാട് 6 നമ്മൾ വായിച്ചു. അവരോട് ചെയ്ത നിയമമോർത്തു. ആ നിയമം ആ സ്ഥലം അവർക്കുള്ളതാണ് എന്നുള്ള നിയമമോർത്തു. ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചവരെ ആ ഫറവോന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് അവരെ പലസ്തീന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നു. ഈ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ ലേവ്യർ 26-ൽ നമ്മൾ വായിക്കുകയുണ്ടായി. 41 വാക്യം ദൈവം പറഞ്ഞ വാക്കാണ്, ഞാൻ അവരോട് ചെയ്ത നിയമം ഓർക്കും, ആ ദേശത്തെ ഞാൻ ഓർക്കും. വീണ്ടും ദൈവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ സെറ്റായി വന്നു. പത്രോസ് പറഞ്ഞ പോലെ ആ ദൃഷ്ടി അവരുടെ മേൽ, ഇവിടെ നമ്മൾ വായിച്ച പോലെ, ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വെച്ച് വീണ്ടും അവരെ കൊണ്ടുവന്ന് പണിയുകയും നടുകയും ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ചേ, മാനുഷികമായ അസാധ്യം എന്ന് പറഞ്ഞു. എന്റെ മുന്നിൽ ഒരുപാട് ചിന്തകളുണ്ട്. ലോകത്തിലെ വിജ്ഞാനകോശം, ലോകത്തിൽ പ്രസിദ്ധമായ ഒരു വിജ്ഞാനകോശമാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. അതിന്റെ 1911 എഡിഷൻ എടുത്ത് നോക്കിയാൽ അവിടെ ഒരു ജർമ്മൻ പ്രൊഫസർ പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. പുരാതന എബ്രായ ഭാഷ പുനർജീവിപ്പിക്കപ്പെടുന്നത് യഹൂദൻ ഇനിയും ഒരു രാജ്യമായി തീരുന്നത് പോലെ അസാധ്യമാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. വിജ്ഞാനകോശത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചു. 1946-ൽ ഓർക്കണം, 46-ൽ ദൈവം സത്യവാൻ എന്നൊരു ബുക്ക് യഹോവ സാക്ഷികൾ പ്രസിദ്ധീകരിച്ചു. ആ ബുക്ക് ഞാൻ കണ്ടു, പക്ഷെ ഇന്ന് അത് ലഭ്യമല്ല, അവര് പുറത്ത് കാണിക്കില്ല. ആ ബുക്കിന്റെ ഒരു കോപ്പി, അതിന്റെ ആദ്യത്തെ പേജിന്റെ കോപ്പി ഞാൻ എടുത്തു. അവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യഹൂദൻ വീണ്ടും രാജ്യമായി തീരുമെന്നുള്ളത് മിഥ്യയാണ്. 46-ലായി പറയുന്നത്. യഹൂദനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനിയും രാഷ്ട്രമായി തീരുമോ? എസെക്കിയേൽ 37 അവരെന്താ പറയുന്നത്? ഞങ്ങളുടെ ആശയ്ക്ക് ഭംഗം വന്നു, അവർ ഹോപ്പ് ഈസ് ഗോൺ. ക്രിസ്ത്യാനികളോടൊന്ന് ചോദിച്ചേ, അവരും പറഞ്ഞത് എന്താണ്? ചരിത്രം ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. അവർ പറഞ്ഞു, ഈ പ്രവചനമൊന്നും ഇനിയും യഹൂദനിൽ സംഭവിക്കാത്തത് കൊണ്ട് സഭയാണ്, ക്രിസ്ത്യ സഭയാണ് ആത്മീക ഇസ്രായേൽ, ഈ പ്രവചനം മുഴുവൻ അവരിൽ നിവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ് റീപ്ലേസ്മെന്റ് തിയോളജി. യഹൂദന് പകരം ദൈവം തെരഞ്ഞെടുത്തത് സഭയാണ്, അവരുടെ മേലാണ് ഈ അനുഗ്രഹം കിട്ടുന്നത്. എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, വീണ്ടും ഞാൻ ഇവരെ ഈ സ്ഥലത്ത് കൊണ്ടുവരും, വീണ്ടും ഞാൻ അവരെ പണിയും, വീണ്ടും ഞാൻ അവരെ നടും, അവരെ അവിടെ നിന്ന് പറിച്ചു കളയില്ല. എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എന്നെ കേൾക്കുന്നവരോടും എനിക്ക് ആ ഭാഗം മാത്രം എടുത്ത് വീണ്ടും സംസാരിച്ചാൽ ഇന്നത്തെ ദിവസം മുഴുവൻ പോകും. ഞാന് ചിന്തിച്ചു പോവുകയായിരുന്നു, ഇവരെങ്ങനെ മടങ്ങി വന്നെന്ന്. എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ ആ കാര്യമൊന്ന് ഇങ്ങനെ ആശയത്തെ 2000 വർഷങ്ങളായി ചിതറിക്കിടക്കുക. ഞാന് ഒരു ഭാഗം ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ മനസ്സിൽ അതിന് പ്രേരണ തോന്നും. 1856-നും 1909-നും ഇടയ്ക്ക് ഒരു മനുഷ്യൻ ജീവിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് യഹൂദനായ നഫ്താലി ഹെർസ്. നഫ്താലി ഹെർസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു പാട്ട് എഴുതി. ആ പാട്ടിന്റെ പേരാണ് അവർ ഹോപ്പ്. ആ പോയത്തിന് എബ്രായ ഭാഷയിലെ തിക്കുവട്ടാനു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ എന്നാണ്, ആഗ്രഹം. ആ കവിതയിൽ നിന്നാണ് ഒരു സെന്റൻസ് യഹൂദ രാഷ്ട്രം എടുത്തത് അവരുടെ നാഷണൽ ആന്തത്തിൽ ചേർക്കാൻ. ആ നാഷണൽ ആന്തത്തിന്റെ പേര് തന്നെ ഹോപ്പ് എന്നാണ്, ഹറ്റിക്ക, ഹോപ്പ്. ആ പാട്ട് എഴുതിയത് ഞാനത് വായിച്ചു നോക്കി. ആസ് ലോങ് ആസ് ഇൻ ദ ഹാർട്ട് വിതിൻ a Jewish soul still yearns and onward towards the ends of east and I still gazes towards Zion, our hope is not at lost. ഇതുവരെ അവർ പറഞ്ഞത് ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു. എസെക്കിയേൽ 37:11 ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടെ പറയുന്നത് അവർ ഹോപ്പ് ഈസ് നോട്ട് അറ്റ് ലോസ്റ്റ്. ഇത് 1850-കൾക്ക് ശേഷമാണ് ഇത് പറയാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു യഹൂദൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഉള്ളിൽ ഹൃദയം സ്പന്ദിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൾ സിയോനെ നോക്കിയിരിക്കുകയാണ്. യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ കൊതിക്കുകയാണ്. അവർ ഹാർട്ട് ഈസ് yearning for Zion. ആ പാട്ട് ലോകത്തിൽ ആഗോളമായി ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ പാടാൻ തുടങ്ങി. അവരുടെ ഉള്ളിൽ ഒരു ആവേശമുണ്ടായി. ആ സമയത്താണ് സയനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അവർ പണമുണ്ടാക്കി. ആ പണം ധനികരായ യഹൂദൻ $20 മില്യൺ, ആ കാലത്ത് $20 മില്യൺ എന്ന് പറഞ്ഞാൽ വലിയ തുകയാ. എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും യഹൂദന് ഈ പലസ്തീനിൽ കുടിയേറണമെങ്കിൽ ഞങ്ങൾ പണം തരാം,
അറബികളുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചോളാൻ പറഞ്ഞു. $20 million 3.5 ലക്ഷം ഏക്കർ ഭൂമി അറബികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ചതുപ്പ് നിലങ്ങളും മരുപ്രദേശങ്ങളും അവർക്ക് വേണ്ടാതെ കിടക്കുന്ന സ്ഥലങ്ങൾ യഹൂദന്മാർ മേടിക്കാൻ എന്തിനാണ് സയനിസ്റ്റ് മൂവ്മെന്റ് അനുവദിച്ചത്? ആളുകൾ അവിടെ കൂടണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വെച്ച് അവരെ ഇവിടെ കൊണ്ടുവരും. എനിക്ക് 16-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിക്കണമെന്നും എടുക്കണമെന്നും ചിന്തിച്ചില്ല. പക്ഷേ ഞാനൊന്ന് വായിച്ചേക്കാം. എന്റെ മനസ്സിൽ അത് ഓടി വരുന്നു. ഒരുപക്ഷെ ദൈവത്തിന് പറയാൻ ആഗ്രഹമുണ്ട്. അവരെ മടക്കി കൊണ്ടുവന്നത് ആ 16-ാം അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രായേൽ മക്കളെ വടക്കു ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ, ഞാൻ അനേകം മീൻപിടിക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിനുശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം അവരെ എങ്ങനെ കൊണ്ടുവരുമെന്ന് പറയുകയാണ്. എങ്ങനെ കൊണ്ടുവരും? ആദ്യം ഞാൻ മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, അതിനുശേഷം ഞാൻ നായാട്ടുകാരെ കൊണ്ടുവരും. യഹൂദനും മടങ്ങി വരാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു കാലഘട്ടം. മീൻപിടുത്തക്കാർ പിടിക്കുന്നത് എൻറ്റൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ മീനെ പിടിക്കാൻ പല മാർഗങ്ങളുണ്ട്. എന്റെ സഹോദരന്മാരെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ സയനിസ്റ്റ് മൂവ്മെന്റുകാര്, അതുപോലെ തന്നെ ഞാൻ ആ ചരിത്രം ചുരുക്കി പറയാം. ആ നാളുകളിൽ 1800-ാം ആണ്ടുകളിൽ ഒരുപാട് യഹൂദ എഴുത്തുകാർ ഇറങ്ങി അവർ സിയോനിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനേക ധനികരായ യഹൂദന്മാർ പണം ഇതിനു വേണ്ടി കൊടുക്കുകയും പലസ്തീന്റെ മണ്ണിലെ സ്ഥലങ്ങൾ അറബികൾക്ക് വേണ്ടാത്തത് മേടിക്കാൻ തുടങ്ങി. സയനിസ്റ്റ് മൂവ്മെന്റിന്റെ പണം കൊണ്ട് അനേകം മീൻപിടുത്തക്കാർ പിടിക്കാൻ തുടങ്ങി. അതിന്റെ ശേഷം ഞാൻ നായാട്ടുകാരെ വരുത്തും. ലിറ്ററലി നായാട്ടുകാർ ആളുകളെ ഓടിക്കുകയാണ്. നായാട്ടുകാരെ വേട്ടമൃഗത്തെ ഓടിക്കുന്നത് പോലെ ഈ ഭാഗത്തേക്ക് യഹൂദനെ ഓടിക്കാൻ തുടങ്ങി. യഹൂദനെ ഓടിക്കാൻ തുടങ്ങി. നിങ്ങള് ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവര് ഓടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സഖറിയാ പ്രവചനത്തിലുണ്ട്, വായിക്കണമെന്നില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവരെ വടക്കേ ദേശം, അത് റഷ്യയുള്ള ബന്ധത്തിലാണ്. ഇസ്രയേലിൽ കുടിയേറിയിരിക്കുന്ന ആളുകളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വന്നിരിക്കുന്ന റഷ്യയിൽ നിന്നാണ്. അവിടെ എന്ത് സംഭവിച്ചു? സാർ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി രണ്ടാമൻ കൊല്ലപ്പെട്ടു. ആ രണ്ടാമൻ കൊല്ലപ്പെട്ടപ്പോൾ ഒരു യഹൂദ സ്ത്രീയെ സംശയിച്ചു. ഭീകരമായ പീഡയുണ്ടായ യഹൂദന്. അലക്സാണ്ടർ മൂന്നാമൻ ഭരണത്തിൽ വരുമ്പോൾ യഹൂദൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, യഹൂദൻ ഓടാൻ തുടങ്ങി. ഒക്ടോബർ വിപ്ലവം, കമ്മ്യൂണിസ്റ്റുകാർ അവരെ കൊല്ലാൻ തുടങ്ങി, അവർ ഓടാൻ തുടങ്ങി. നോക്കുക, ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. ഹിറ്റ്ലർ വന്നു, അവരെ യൂറോപ്പിലുള്ള യഹൂദനെ വേട്ടമൃഗങ്ങളെ പോലെ നായാടാൻ തുടങ്ങി. അവർ പ്രാണരക്ഷാർത്ഥം ഓടി. ദൈവം പറഞ്ഞ വാക്ക് കണ്ടോ? ആദ്യം ഞാൻ മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, അതിന്റെ ശേഷം ഞാൻ നായാട്ടുകാരെ കൊണ്ടുവരും. ഞാൻ അങ്ങനെ നിങ്ങളെ ഇവിടെ കൊണ്ടുവരും. എത്ര ആശ്ചര്യമായി അത് സംഭവിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങൾ നോക്കിയാട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമൊന്നും അവിചാരിതമല്ല. പത്രോസ് പറഞ്ഞ വാക്കിനെ മറക്കരുത്. വിശുദ്ധ പ്രവാചകന്മാർ ലോകാരംഭം മുതൽ പറഞ്ഞ ഇതൊക്കെ നിവർത്തിക്കപ്പെടുന്നത് വരെ ക്രിസ്തു സ്വർഗത്തിൽ കാണും. ഇത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ മടങ്ങി വരും. ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം ഈ റിസ്റ്റോറേഷന്റെ സമയമാണ്. ഞാന് ആ പാടിയ പാട്ടുണ്ടല്ലോ, ആ പാട്ടിനോടുള്ള ബന്ധത്തിൽ കുറെ കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങള് ബാബിലോണിൽ നിന്ന് ഇവർ മടങ്ങി വന്നത് ശ്രദ്ധിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 5-ാം വാക്യവും വായിച്ചാൽ യഹോവ ദൈവം ഉണർത്തിയ ഏവനും, ദൈവം രാജാവിനെ ഉണർത്തി, ദൈവം ജനങ്ങളെ ഉണർത്തി, ദൈവം ഉണർത്തിയ ജനങ്ങൾ മടങ്ങി വന്നു, ദൈവം ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നു. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 5-ാം വാക്യവും വായിക്കാൻ നേരമില്ല. അന്ന് യഹൂദനെ ആ ബാബിലോൺ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സെറ്റിൽ ചെയ്തവരെ 70 വർഷം വീടുകൾ പണിത് സ്വസ്ഥമായി പാർത്തവരുടെ മധ്യത്തിൽ നിന്ന് ദൈവം സ്റ്റേറപ്പ് ചെയ്തവരാണ് മടങ്ങി വന്നത്. ഞാന് വീണ്ടും പ്രിയപ്പെട്ട നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അതുപോലെ തന്നെ 2-ാം പ്രാവശ്യം ദൈവം മടക്കിക്കൊണ്ടുവരുമ്പോൾ ദൈവം ജനങ്ങളെ ഉണർത്തുകയാണ്, അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അവരുടെ നാട്ടിലോട്ട് പോകുവാൻ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായി. ദൈവം മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മീൻപിടുത്തക്കാരും വേട്ടക്കാരും വന്നവരെ കൊണ്ടുവരികയാണ്. 1-2 കാര്യം കൂടെ ഈ റീസ്റ്റോറേഷനുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ കേട്ടല്ലോ, അവരുടെ ഭാഷ ഇനിയും അത് നടക്കില്ല എന്ന് പറഞ്ഞു. 1911 എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ എഴുതി വെച്ചത് അവരുടെ ഭാഷ ഇനി റീസ്റ്റോർ ചെയ്യാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്നാൽ നമ്മൾ ഓർക്കണം, ആ എൻസൈക്ലോപീഡിയ പ്രിന്റ് ചെയ്ത് 37 വർഷം കഴിഞ്ഞപ്പോൾ ആ രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവം സത്യമാനെന്ന് പറഞ്ഞ്
പ്രസിദ്ധീകരിച്ച, യഹോവ സാക്ഷികൾ പ്രസിദ്ധീകരിച്ച ആ ബുക്കുണ്ടല്ലോ, അത് പ്രസിദ്ധീകരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ രാഷ്ട്രമായി മാറി 48. ഞാൻ 2-3 വാക്യം ഒന്ന് വായിക്കാം. ഇവരുടെ ഭാഷ വീണ്ടും റീസ്റ്റോർ ചെയ്യുമെന്നുള്ളതിന്റെ വളരെ വ്യക്തമായ തെളിവ് ഞാൻ തരാം. നോക്കുക, ഇവർ മടങ്ങി വരുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്. സഫന്യ പ്രവചനം ഒന്ന് വെക്കാം. അതിന്റെ 3-ാമത്തെ അധ്യായം എന്ന് എടുത്താട്ടെ. സഫന്യ പ്രവചനം. നിങ്ങൾ ഇന്ന് ഇസ്രായേലിൽ പോയാൽ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് അവിടെ സംസാരിക്കുന്ന ഭാഷ, അവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഭാഷയൊക്കെ എബ്രായ ഭാഷയാണ്. സഫന്യ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. 9-ാം വാക്യം. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുകയാണ്. At that time I will change the speech of my returning people to pure Hebrew so that all can worship together. ലിവിംഗ് ബൈബിളിലാണ്. ഞാൻ അവരുടെ അധരത്തിന്റെ ഭാഷ ഞാൻ പ്യൂർ ഹീബ്രു ആക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? 2000 വർഷം ചിതറിക്കിടന്ന ജനങ്ങൾ ഭാഷ മറന്നുപോയി, സാധാരണ ഭാഷയല്ലാതെ പോയി. അമേരിക്കയിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന അനേകർ, അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കൾ 100 വർഷം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ വന്നാൽ ഏത് ഭാഷ സംസാരിക്കും? അവർ മലയാളം പറയുമോ? മലയാളം പറയത്തില്ല. ഈ ജനങ്ങൾ 2000 വർഷമായി ചിതറിക്കിടക്കുക. ഉദാഹരണമായിട്ട് ജർമ്മനി കിടക്കുന്നു. ആ ജർമ്മനി കിടന്നവർ ഒരു പുതിയ ഭാഷ ഉണ്ടായി. യിഡിഷ് എന്ന് പറയും. യിഡിഷ് ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയും ജർമ്മൻ ഭാഷയും കൂടെ ചേർന്നുണ്ടായതാണ്. സ്പെയിനിൽ ഒരുപാട് യഹൂദന്മാരുണ്ടായിരുന്നു. ആ എബ്രായ ഭാഷയും സ്പാനിഷ് ഭാഷയും കൂടെ ചേർന്നിട്ട് ലാഡിനോ എന്ന് പറയുന്ന ഭാഷയുണ്ടായി. ലാഡിനോ ഭാഷ മറന്നുപോയി. അവരുടെ സിനഗോഗിൽ മാത്രം ഉപയോഗിക്കുന്ന ഭാഷയായി മാറി. പക്ഷെ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ മടക്കിക്കൊണ്ടിരുമ്പോൾ ഐ വിൽ റീസ്റ്റോർ യുവർ ടങ് ടു പ്യൂർ ഹീബ്രു. മറ്റൊരു വാക്യം വായിക്കാം. ജെരമ്യാവ് 31-ന്റെ 23-ാമത്തെ വാക്യം. അവിടെയും ഭാഷ അത് ഇതാകുന്നത് അവര് ആ വസ്തുത പറയുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതിനിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. Yes, when I bring back the captivity of Judah, they shall use the speech in the land of Judah and in the cities. ഇംഗ്ലീഷിൽ നോക്കിച്ചു. ഇങ്ങനെ ഈ ഭാഷ വീണ്ടും ഉപയോഗിക്കും. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. യെശയ്യാ പ്രവചനം 19:18. യെശയ്യാവ് 19:18 ഒന്ന് നോക്കിയാട്ടെ. ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 19. 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഈജിപ്തിലുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ, എബ്രായ ഭാഷ സംസാരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുകയാണ്. മൃതമായ ഭാഷ, മരിച്ചുപോയ ഭാഷയാണ് എബ്രായ ഭാഷ. ഡെഡ് ലാംഗ്വേജ്. ലോകത്തിൽ ഡെഡായി കിടന്ന ഒരു ഭാഷയും ഇന്ന് വരെ പുനർജീവിപ്പിക്കപ്പെട്ടിട്ടില്ല. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. മരിച്ചുപോയ ഒരു ഭാഷയും പുനർജീവിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒറ്റ ഭാഷയുള്ളൂ, അത് എബ്രായ ഭാഷയാണ്. The only language that has resurrected after death is Hebrew language. ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ അവരുടെ മോളുകളുണ്ട്, അവരുടെ കൃഷിയിടങ്ങളിൽ മോളുകളുണ്ട്. വളരെ മനോഹരമായ മോളുകളാണ്, മനോഹരമായ വസ്തുക്കളാണ്. പക്ഷേ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്താൽ എന്താ ഇതിനകത്തെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം ലേബൽ പോലും എബ്രായ ഭാഷയാണ്. അവർ സംസാരിക്കുന്നത് എബ്രായ ഭാഷയാണ്. പത്രോസ് പറഞ്ഞ പോലെ റിസ്റ്റോറേഷൻ. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവമാൻ ദേശത്തില് മഴ നിർത്തിക്കളഞ്ഞു. മഴ ഞാൻ വായിക്കുന്നില്ല. യെശയ്യാവ് 5:6 മേഘങ്ങളോട് കൽപ്പിച്ചു, മഴ പെയ്യരുത്, ഇവരെന്നെ അനുസരിക്കാത്ത ജനമാണ്, മുൻമഴയും പിന്മഴയും. ജെരമ്യാവ് 3:3 അതുകൊണ്ട് മഴ നിന്നുപോയി. ജെരമ്യാവ് 5:24 വാക്യം, മുൻമഴയും പിന്മഴയും പെയ്തിരുന്നു. അത് നിൽക്കുവാൻ നിങ്ങളുടെ ഭാവമാണ്. കാരണം സ്വർഗത്തിലെ ദൈവം ആശ്ചര്യമായി മഴ നിർത്തിക്കളഞ്ഞു. പ്രവാചകന്മാരോട് പറഞ്ഞു, നിന്റെ ദേശമുണ്ടല്ലോ, നിന്റെ ദേശം ഞാൻ ചെമ്പ് പോലെയാക്കും. ഒരു ദേശത്ത് 2000 വർഷം മഴ പെയ്യാതെ കിടന്നാൽ എങ്ങനെയിരിക്കും? എന്നാൽ ദൈവം മേഘങ്ങളോട് കൽപ്പിച്ചു, എന്റെ ജനമായ ഇസ്രായേൽ മടങ്ങി വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കൊമ്പുകളെ നീട്ടി ബലം കായ്ക്കണം. എസെക്കിയേൽ പ്രവചനത്തിൽ അത് വായിക്കുന്നുണ്ട്. അതിന്റെ 36-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നുണ്ട്. ഷൂട്ട് ഫോർത്ത്, നിങ്ങൾ വീണ്ടും കൊമ്പുകളെ നീട്ടണം. എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ആശ്ചര്യമായി അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ ഒരിക്കൽ യെരുശലേമിൽ നിൽക്കുമ്പോൾ കുടയ്ക്ക് വേണ്ടി ഓടി. ഭയങ്കര മഴ, ഞങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ഓടി. അവിടെ ബുദ്ധിയുള്ള ഇവരെന്തോ ചെയ്തു, കൊണ്ടുവന്ന് കുട വലിയ കാറിനകത്ത് കൊണ്ടുവന്ന് തെള്ളുകയാണ്. ആളുകള് ഈ ഭക്ഷണം കണ്ടിട്ട് ഭക്ഷണപ്പൊതി എടുക്കാൻ ഓടുന്ന പോലെ ഈ കുടകൾ കിട്ടുന്ന വിലയ്ക്ക് മേടിച്ചു. കാരണം നനയാതെ നടക്കാൻ. ഞാനും ഒരു കുട മേടിച്ചു.
$5-10 കൊടുത്ത് ഞാൻ ഒരു കൂടെ മേടിച്ചു. ഞാൻ പറഞ്ഞത്, ഇന്ന് അവിടെ മഴ പെയ്യുന്നു. ആ ഭൂമി സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, ഇത്ര മനോഹരമായ കൃഷിഭൂമി. യെസ്, മനോഹരമായ കൃഷിഭൂമി. ലോകത്തിലെ ഏറ്റവും വിദഗ്ധന്മാരാണ് കൃഷിയിൽ. അവര് ഭക്ഷണങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സും അവക്കാഡോ, ഓറഞ്ച്, അതുപോലെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ടുകളൊക്കെ അവർ കയറ്റി അയക്കുന്നു. ഒരു വാക്യം എന്റെ മനസ്സിൽ ഓടി വരുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ദേശത്ത് പലരും ഭരിച്ചില്ലേ? ഇതിന് ശേഷം പലരുടെയും കയ്യിലല്ലായിരുന്നു. ഉദാഹരണമായിട്ട് അറബികൾ അവിടെ പാർത്തില്ലേ? എന്തിനു പറയുന്നു? 1517 തുടങ്ങി 1917 വരെ ആ സ്ഥലം തുർക്കികളുടെ കയ്യിലല്ലായിരുന്നു. ഇവരാരും എന്നാ കൃഷി ചെയ്യാഞ്ഞത്? എന്താ കൃഷി ചെയ്യാഞ്ഞത്? അവർ കൃഷി ചെയ്യാനില്ല. എന്നാൽ ഇവര് വന്നപ്പോൾ എന്തായി കൃഷി നടന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാവ് 62 വരണം. യെശയ്യാവ് 62 വരണം. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. നോക്കുക, നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വിവാഹം, എ സ്ട്രേഞ്ച് മാരേജ്. ഒന്ന് വായിച്ചേ, യെശയ്യാവ് 62 അതിന്റെ 4 തൊട്ടുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിന്നെ ഇനി അസൂബ എന്ന് വിളിക്കയില്ല, നിന്റെ ദേശത്തെ ചെമാമ എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെഫ്സീബ എന്നും നിന്റെ ദേശത്തിന് ബയൂല എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മതി, അവിടെ നോക്കിയാട്ടെ. ആരെയാണ് വിവാഹം കഴിക്കുന്നത്? ദൈവം ദേശത്തെ കുറിച്ച് പറയുകയാണ്. നിന്റെ യൗവനക്കാർ നിന്റെ ദേശത്തെ വിവാഹം കഴിക്കും. ആ ദേശത്തിന്റെ പേരെന്തായിരുന്നു? അസൂബ എന്നും ശെമമ എന്നും. അതാ അതിന്റെ അർത്ഥം. അസൂബ എന്ന് പറഞ്ഞാൽ ഫോർസേക്കൻ, മറന്നു കിടന്നു. ശെമമ എന്ന് പറഞ്ഞാൽ ഡെസലേറ്റ്, ശൂന്യമായി മറന്നു കിടന്നു, ഉപേക്ഷിച്ചു കിടന്നു. പക്ഷേ നിന്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പോഴോ ഹെഫ്സെബ ആൻഡ് ബയൂല. ഹെഫ്സെബ എന്ന് പറഞ്ഞാൽ എന്റെ പ്രമോദം, ബയൂല എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥ. ഒരു യൗവനക്കാരൻ ഒരു യൗവന കന്യകയെ വിവാഹം കഴിക്കുമ്പോൾ അവളെ പ്രമോദിക്കുന്നത് പോലെ ഈ യഹൂദന്മാർ അവരെ മടക്കി ദൈവം കൊണ്ടുവന്നപ്പോൾ, അവരുടെ കരങ്ങൾ ആ ഭൂമി സ്പർശിച്ചപ്പോൾ, നമ്മൾ ഓർക്കണം, ഏത് വിവാഹവും ഉടമ്പടിയിലൂടെയാണ് നടക്കുന്നത്. ഈ ദേശം അവരോട് ഉടമ്പടി ചെയ്ത ദേശമാണ്. എന്ത് സംഭവിച്ചു? ഒരു വാക്യം കൂടെ ഞാൻ കാണിക്കാം. യെശയ്യാവ് തന്നെ 27 നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോണേ. 27 അധ്യായത്തിൽ ഇത് സംഭവിക്കുകയാണെന്ന്. 27 6 വാക്യം നോക്കിയാട്ടെ. മലയാള ഭാഷ അല്പം വിഭിന്നമാണ്. 6 വാക്യം ഒന്ന് വായിക്കാം. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. യെസ്, ഇംഗ്ലീഷിൽ വായിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കുക, ഭൂമിയുടെ ഉപരിതലം ഫലപൂർണ്ണമാകുമെന്നുള്ളത്. they shall fill the world with fruits. അവർ മടങ്ങി വന്ന് അവർ വേരൂന്നുമ്പോൾ they will fill the world with fruits. എന്റെ സൗരന്മാരെ, യൂറോപ്പിൽ കയറ്റി അയക്കുന്ന ഫ്രൂട്ടുകൾ, അവരുടെ തീന്മേശയിൽ കഴിക്കുന്ന ഭക്ഷണം, ഈ മഞ്ഞ് മൂടുന്ന സ്ഥലത്ത് ഈ നെഗവ മരുഭൂമിയിൽ നിന്നുള്ള പഴങ്ങളാണ് അവിടെ കയറ്റി അയച്ചവർ കഴിക്കുന്നത്. അവക്കാഡോസ് അമേരിക്കയിലോട്ട് കയറ്റി അയക്കാൻ നോക്കിയ യഹൂദൻ. അമേരിക്ക അവക്കാഡോസിൽ സെൽഫ് സഫീഷ്യന്റ് ആണ്. യഹൂദന്മാർ പോയി യൂറോപ്യൻസിനെ അവക്കാഡോ തിന്നാൻ പഠിപ്പിച്ചു. ഇന്ന് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അവക്കാഡോസിന്റെ ഈ പ്രദേശമാണ്, യൂറോപ്പാണ്. നിങ്ങൾക്കറിയാമോ കേരളം? എന്റെ ബാല്യകാലത്തിൽ ഒരു ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. ആ ഗ്രാമപ്രദേശത്ത് ഇതുപോലെ പഴങ്ങളൊന്നുമില്ല. നമ്മുടെ വാഴപ്പഴങ്ങളൊക്കെ ഉള്ളൂ. എന്റെ പിതാവ് യാത്ര ചെയ്തിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന വിശിഷ്ടമായ ഫലമാണ് മാതളനാരകം. എനിക്കിന്നും ഓർമ്മയുണ്ട്. അത് കാണാൻ തന്നെ ഒരു കൊതിയാണ്. എന്റെ പിതാവ് മാതളനാരകവും അതുപോലുള്ള പഴങ്ങളൊക്കെ കിട്ടിയാൽ മേടിച്ചോണ്ട് വരും. കാരണം അതൊരു റെയർ ഫ്രൂട്ടാണ്. ഇപ്പൊ നിങ്ങള് ഈ കേരളത്തിന്റെ തെരുവിലൂടെ നടക്കാമോ? കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ പഴങ്ങളെ, ഈ ഫ്രൂട്ടുകൾ. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം യഹൂദനാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ വീക്ക് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇറക്കി. ആ മാഗസിനിലെ ഫ്രണ്ട് പേജിലെ ഈ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവും നമ്മുടെ പ്രൈം മിനിസ്റ്ററോടെ നിൽക്കുന്ന പടമാണ് മോഡി. ഞാൻ ആ മാസിക വളരെ ശ്രദ്ധയോടെ വായിച്ചപ്പോൾ കാണാം ഇന്ത്യയുടെ ഒരു മാപ്പ്. ഈ മാപ്പ് ഇട്ടിട്ട് ഇസ്രായേലിന്റെ കൊളാബറേഷനിൽ കൃഷി നടക്കുന്ന ഭൂമികളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ വടക്കേ ഇന്ത്യയിലെ രാജസ്ഥാനിലും ഗുജറാത്തിലും എന്ന് വേണ്ട വടക്കേ ഇന്ത്യയുടെ പ്രദേശത്തേറിയ ഭാഗത്തും കൃഷി നടക്കുന്നു. ഞാൻ മലബാറിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരൻ ഞാൻ കൂടെ വഴി നിൽക്കുമ്പോൾ കാണാം ട്രക്കിലൂടെ നല്ല ചെറിയ ഈ കുക്കുമർ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഈ കുക്കുമർ ഒരു ഫാമിൽ കൃഷി ചെയ്യുന്നു. ഇസ്രായേലോടുള്ള ബന്ധത്തിൽ കൃഷി നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മുഴുവൻ കൃഷി നടക്കുകയാണ്. ഇസ്രായേൽ കൊളാബറേഷനിൽ, ടെക്നോളജിയിൽ. They are filling the world with fruits. പ്രവാചകന്മാർ പറഞ്ഞത് കൺമുമ്പിൽ നിവർത്തിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് വിടാം. കാരണം ഞാൻ ആ റീസ്റ്റോറേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഒരുപാട് പറയും. അതുകൊണ്ട് അതങ്ങനെ പറയണ്ട. എന്നാൽ ഒറ്റ കാര്യം നിങ്ങളുടെ ചിന്തയ്ക്ക് പറഞ്ഞ് ഞാൻ അവിടെ വിട്ടിട്ട് ഞാൻ തുടർന്നുള്ള ഭാഗത്തിലോട്ട് കടക്കുകയാണ്. ഇവര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 2000 വർഷം
ഇവർ ഒരു വിജയവും കണ്ടിട്ടില്ല, കൊന്നൊടുക്കുകയായിരുന്നു. എന്നാൽ ഇവര് രാജ്യമായി തീർന്ന ശേഷം ഒറ്റ പരാജയം കണ്ടിട്ടുണ്ടോ? അതെന്താ അതിന്റെ കാരണം? 2 വാക്യം വായിക്കുമ്പോൾ അതിന്റെ കാരണം മനസ്സിലാകും. ഒന്ന്, നമുക്ക് ലേവ്യ പുസ്തകം 26:17 നോക്കിക്കാട്ടെ. 26-ാം അധ്യായം, ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. നിങ്ങൾ എന്റെ കൽപ്പനകള് അനുസരിക്കാതെ വന്നാൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമ്പോൾ. 17-ാം വാക്യം നോക്കിക്കാട്ടെ. 26:17. നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. അല്ലല്ല, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. യെസ്, ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വെച്ച് നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങൾ എന്നെ അനുസരിക്കാതെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ, നിങ്ങൾ ദേശത്തിൽ ചിതറിക്കിടക്കുമ്പോൾ നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. 2000 വർഷം അവർ ശത്രുക്കളോട് തോറ്റു. ആവർത്തനം 28 എടുത്തേ, ആവർത്തനം 28. അവിടെ ദൈവം അവർക്ക് അനുകൂലമായി തീരുമ്പോൾ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കും. 28-ന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. ആവർത്തനം 28. യെസ്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, നിന്റെ മുമ്പിൽ തോറ്റുപോകും. അവർ നിന്റെ നേരെ വരും, 7 വഴിയായിട്ട് ഓടിപ്പോകും. എന്തായി സംഭവിച്ചത്? 67-ലെ യുദ്ധത്തിൽ ലോകം മുഴുവൻ പറഞ്ഞു, ഏതാനും ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ തുടച്ചു മാറ്റപ്പെടും. കാരണം അവരുടെ കര മുഴുവൻ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. എന്തോ പറ്റി? 6-ാം ദിവസമൊക്കെ ആയപ്പോൾ, 6 ഒരു 4 ദിവസമൊക്കെ ആയപ്പോൾ ലോകം മുഴുവൻ അലറാൻ തുടങ്ങി. ലോകം മുഴുവൻ ശബ്ദമുയർത്തി, നിർത്തണം നിർത്തണം ഈ യുദ്ധം. കാരണം എന്നാ? ഈ പറഞ്ഞ പോലെ 7 വഴിക്ക് ഓടുകയാണ്. സീനായി മരുഭൂമിയിൽ കിടന്ന 80,000 തുടങ്ങി 1,00,000 ഈജിപ്ഷ്യൻ പടയാളികൾ സഹായമില്ലാതെ കിടക്കുകയാണ് അവിടെ. അവർ സറണ്ടർ ചെയ്തു. സിറിയ മതിയായി, കൈകൾ കൂപ്പി, നിർത്തണം. ജോർദാന് മതിയായി, അവരുടെ ദേശങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത് നേരത്തെ എന്നാ സംഭവിക്കാഞ്ഞ്? ഞാൻ നിങ്ങളെ പറിപ്പാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ജാഗരിച്ചതുപോലെ നിന്നെ പണിയുവാനും നടുവാനും ഞാൻ ജാഗരിക്കും. എന്റെ സഹോദരന്മാരെ, ദൈവത്തിൽ ഇടപെടലിന്റെ വ്യത്യാസം നിങ്ങൾ കാണുന്നു. മാത്രമല്ല, ഞാന് ഇസ്രയേലിൽ ചെന്നപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാക്യം, ഞാനത് കണ്ടിട്ട് ഞാൻ ഈ വചനത്തെ മനസ്സിലാക്കിയത്, അല്ലാതെ ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തേ. ഞാന് ഇസ്രയേലിൽ പോയപ്പോൾ അവിടെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ കസ്റ്റംസ് ക്ലിയർ ചെയ്ത് പോകാനാ. അവിടെ കസ്റ്റംസിലോട്ട് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ബസ്സിലിരുന്ന് ടൂർ ഗൈഡ് അദ്ദേഹം പറയും, ഫോട്ടോ എടുക്കരുത്, എല്ലാം എടുത്ത് അകത്തിടണം, നിങ്ങൾ മിണ്ടരുത്, നിങ്ങളെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളെ ശ്രദ്ധിക്കുന്ന പലരുമുണ്ട്, ഭയങ്കരം സെക്യൂർഡ് ആണ്, സെൻസിറ്റീവ് പ്ലേസ് ആണ്, ഓരോരുത്തർ അവരുടെ ലഗേജ് എടുത്തുകൊണ്ട് നടക്കണം. ഭയങ്കരമായിട്ട് ഭയം നിറയ്ക്കുക. അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ പതിച്ചത്, ആ ഇമിഗ്രേഷൻ വളരെ സെൻസിറ്റീവാണ്. കാരണം ആ ശത്രുക്കളെല്ലാം അതിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന മുഴുവൻ യഹൂദ സ്ത്രീകളാണ്, യഹൂദ ചെറുപ്പക്കാര സ്ത്രീകൾ. ഞാൻ അപ്പുറത്തോട്ട് കയറിയപ്പോൾ കാണാം, മുഴുവൻ യൂണിഫോം ഇട്ട്, മുഴുവൻ ഗൺസുകൾ, തോക്കുകൾ പിടിച്ച്, ഓട്ടോമാറ്റിക് റൈഫിൾസുമായിട്ട് പെണ്ണുങ്ങൾ നിൽക്കുക, എല്ലാ ചെറുപ്പക്കാർ. അവരുടെ സ്ത്രീകള് കമ്പൽസറി ആയിട്ട്, ഇസ്രയേലിലുള്ള സകല സ്ത്രീകളും ആർമി ട്രെയിൻഡ് ആണ്, കമ്പൽസറിയാണ് അവരുടെ സ്ത്രീകൾ പട്ടാളത്തിൽ. ഇനി നോക്കാട്ടെ, യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താന്ന് നോക്കാട്ടെ, അതിന്റെ 21-22 വാക്യം. നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈ ചൂണ്ടി നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക, ഇസ്രായേൽ കന്യകെ മടങ്ങി വരിക, നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്നു നടക്കും? യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. മതി, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇസ്രായേലിന്റെ 4000 വർഷം ചരിത്രത്തിൽ അവരുടെ സ്ത്രീകൾ ആയുധം എടുത്തിട്ടില്ല, അവരുടെ സ്ത്രീകൾ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ദൈവം പറയുക, നിന്നെ ഞാൻ മടങ്ങി വരുത്തുമ്പോൾ ഞാനൊരു പുതുമ സൃഷ്ടിക്കും. എന്താ പുതുമ? സ്ത്രീകൾ പുരുഷന്മാരെ ചുറ്റി പരിപാലിക്കും. എന്റെ സഹോദരന്മാരെ, ഇന്ന് പുതുമ ദൈവം സൃഷ്ടിച്ചു. സ്ത്രീകൾ അവരെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കി, അവരുടെ ആർമി ട്രെയിനിങ് കഴിഞ്ഞ സ്ത്രീകളുടെ വീട്ടിൽ അവർ പാചകം ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും അവരുടെ വീട്ടിൽ തോക്ക് വെച്ചിട്ടുണ്ട്. അവർ 24 മണിക്കൂറിനുള്ളിൽ കൽപ്പന കൊടുത്താൽ 10 ലക്ഷം പടയാളികൾ യൂണിഫോമിൽ അണിനിരക്കും ഈ കൊച്ചു രാജ്യം. ഞാൻ നിനക്ക് പ്രതികൂലമാകുമ്പോൾ ശത്രുക്കളോട് നീ തോക്കും, ഞാൻ നിനക്ക് അനുകൂലമാകുമ്പോൾ ശത്രു നിന്റെ മുന്നിൽ തോക്കും. യെസ്, ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ അമേരിക്കയിൽ ഇരുന്നാ കൂടുതൽ പേര് കേൾക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമേരിക്ക ദൈവം അനുഗ്രഹിച്ചു. അതിന്റെ ഒരു കാരണം, പാലും തേനും ഒഴുകുന്ന പോലെ പാൽ ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളൊക്കെ ഉള്ളത്.
അമേരിക്കയിലെ പശുക്കള് ഒരു വർഷം ഏതാണ്ട് 9331 കിലോഗ്രാം പാൽ ഉൽപ്പാദിപ്പിക്കും ആവറേജ് പശുക്കൾ. അപ്പൊ ഒരു ദിവസം എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. 9331 കിലോഗ്രാം മിൽക്ക് 1 cow in US പ്രൊഡ്യൂസസ്. പക്ഷേ യൂറോപ്പിലെ ഏതാണ്ട് 6139 കിലോഗ്രാം. അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിലെ പശുക്കൾ എത്ര ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാം? 10,208. ഒരു പശു ഒരു വർഷം 10,208 കിലോഗ്രാം. ഞാൻ അവരുടെ ഫാമിൽ പോയിട്ടുണ്ട്. 800 കിലോഗ്രാം ഒരു പശുവിന്റെ തൂക്കം. അത്ഭുതകരമായ ഫാമുകൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ ഇസ്രയേലിന്റെ പശുക്കളാണ്. എന്താ കാരണം? അവിടെ നമ്മൾ ഓർക്കണം, അവിടെ ഒരു പശുക്കളുമില്ലായിരുന്നു, ഒരു മനുഷ്യനുമില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരോടുള്ള ഇടപെടലിൽ നിന്ന് വ്യത്യാസം വന്നു. മറ്റു വാക്യങ്ങൾ എടുക്കാതെ ഞാൻ പറയട്ടെ. നിന്റെ കന്നുകാലികളുടെ പ്രസവം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലികൾ അനുഗ്രഹിക്കപ്പെടും. ആശ്ചര്യമായി പാലും തേനും ഒഴുകുന്ന ദേശമായി മാറി. യെസ്. എന്താണ് ഇതിന്റെ കാരണം? ഞാനും നിങ്ങളും ഗൗരവമായി ഓർക്കേണ്ടത് ഇതിന്റെ കാരണമാണ് ദൈവം തമ്പുരാന്റെ ഒരു പ്രത്യേക ഇടപെടൽ. ഞാൻ കരുണ കാണിക്കാതെ കിടന്നു, എന്നാൽ ഇന്ന് അവരോട് കരുണ കാണിക്കുന്ന ദിവസമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. എന്താന്ന് ചോദിച്ചാൽ, ഇനിയും ശേഷിക്കുന്ന സമയവും അടുത്ത ദിവസങ്ങളിലും ചിന്തിക്കാൻ പോകുന്നത് ലോകരാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന മറ്റു രാജ്യങ്ങളുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന അതിപ്രധാനമായ ചില രാഷ്ട്രീയ സംഭവങ്ങളാണ്. അതിന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നത് ഇവരുടെ മധ്യത്തിലോട്ടാ. ഒരു വാക്യം ഒന്ന് വായിക്കാം. സക്കറിയ പ്രവചനം 8-ന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിന്റെ മധ്യ വസിക്കും. സൈന്യങ്ങളുടെ പർവ്വതത്തിന് അവിടെ നിങ്ങൾ ചോദിച്ചാട്ടെ. ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് അവിടെ വസിക്കും. സക്കറിയാവ് തന്നെ 1-ാം അധ്യായം എടുത്താട്ടെ. സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് ചോദിച്ചാട്ടെ. സക്കറിയ പ്രവചനം ചെയ്യുന്നു. ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും. യെരുശലേമിൽ അളവ് നൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആ 16-ാം വാക്യത്തിൽ വായിച്ചാൽ ഞാൻ യെരുശലേമിലേക്ക് മടങ്ങി വരും. ഒലിമലയിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഒലിമലയിൽ നിന്നാൽ യെരുശലേം പട്ടണം കാണാം. അവിടെ ഒരു താഴ്വര മാത്രമേ ഉള്ളൂ. കിദ്രോൻ താഴ്വര കഴിഞ്ഞാൽ അപ്പുറത്ത് യെരുശലേമാണ്. ആ ഒലിമലയിൽ നിന്ന് കർത്താവ് യെരുശലേമിലെ കണ്ടു കരഞ്ഞു. ആ ഒലിമലയുടെ ടിപ്പിൽ നിന്നാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. അവൻ മടങ്ങി അവിടോട്ട് തന്നെ വരും. ഞാൻ അവിടെ വന്ന് വസിക്കും. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. എന്തിനാണ് അവിടെ വരുന്നത്? 132-ാം സങ്കീർത്തനം സിസ്റ്ററിൽ നിന്ന് എടുത്താട്ടെ. 132-ാം സങ്കീർത്തനം 13-14 വാക്യം നോക്കിയാട്ടെ. യെസ്, 132-ാം സങ്കീർത്തനം 13-14 വാക്യം നോക്കിയാട്ടെ. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ ഞാൻ അവിടെ വസിക്കും. യെസ്, ദൈവം തീരുമാനിച്ചതാണ്. ഞാൻ മടങ്ങി വന്ന് യെരുശലേമിൽ വസിക്കും. നോക്കണേ ആ പട്ടണത്തിന്റെ പ്രാധാന്യത. വായിക്കണമെന്നില്ല, ഞാൻ എടുത്തു പറയട്ടെ. ലോകരാജ്യത്തിന്റെ തലസ്ഥാനമാകാൻ പോവുകയാണ്. യെശയ്യാവ് 2-ന്റെ 2-3 വാക്യത്തിലുണ്ട്. മീഖാ പ്രവചനം 4-ന്റെ 1 തൊട്ടുള്ള വാക്യത്തിലുണ്ട്. ലോകരാജ്യങ്ങളുടെ തലസ്ഥാനം യെരുശലേമായിരിക്കും. ലോകരാജ്യങ്ങൾ ഒഴുകിച്ചെല്ലുന്നത് യെരുശലേമിലോട്ടാണ്. കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഉപദേശങ്ങൾ കൈക്കൊള്ളാൻ കടന്നു വരുമെന്ന് യെശയ്യാ പ്രവചനം 2-ന്റെ 2-3 വാക്യത്തിലും മീഖാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യത്തിലും കാണുന്നു. വേൾഡ് ക്യാപിറ്റൽ വിൽ ബി ജെറുസലേം. ഞാൻ യെരുശലേമിന്റെ നടുവിൽ വന്ന് താമസിക്കും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ പറയുന്നു കർത്താവ് വരാറായി. കർത്താവ് എങ്ങനെ അവിടെ വരാൻ പോകുന്നത്? എന്താ കാരണം? നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾ അവിടെ ചെന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇവരെ പോലെ അധാർമിക ജീവിതം നയിക്കുന്നത്. ഞാൻ പറയട്ടെ, അമേരിക്ക എന്നൊന്നും പറഞ്ഞാൽ ഒന്നുമില്ല. ഈ അമേരിക്കയും വെസ്റ്റേൺ നേഷൻസിനെക്കാട്ടിൽ അഫ്ലുവൻസ് ആണ് ഇസ്രായേലിൽ. അവർക്ക് ഭയങ്കര ഫലമാണ്. യഹൂദന് ഭയങ്കര പണമാണ്. ആ പണം കൊണ്ട് അഫ്ലുവൻസില് അവർ ദൈവത്തെ മറന്നിട്ട് ഈ യെരുശലേമിന് വേറെ ഒരു പേര് കൊടുത്തു. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നിർത്തി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. ദൈവം അതിനിട്ട പേരാ, ഞാനല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതൊക്കെ തുറന്നു പറയാം എന്തോ ആ സംഭവം എന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ഉം 8-ഉം വാക്യം ഒന്ന് നോക്കിയേ. 7-ഉം 8-ഉം വാക്യം. തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അതന്നെ വായിച്ചോ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ആത്മീയമായി സേദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും.
8-ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലം യെരുശലേം പട്ടണത്തിന് പുറത്തുള്ള ആ സ്ഥലത്താണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. ആ സ്ഥലത്തിന് ദൈവം കൊടുത്ത പേരെന്ന് ആത്മീകമായി സോദോമെന്നും മിസ്രൈമെന്നും. എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? സോദോം എന്നത് അധാർമികത്വത്തിന്റെ പ്രതീകവും മിസ്രൈം എന്നുള്ളത് ലോകത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ആത്മീകമായി ഇവരെങ്ങനെയാണ്? ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ടെല്ലവീവ് എന്ന് പറയുന്ന പട്ടണം 300-ലധികം 5-സ്റ്റാർ ഹോട്ടലുണ്ട് ഈ ടെല്ലവീവിൽ മാത്രം. അത് നിങ്ങൾ ഓർത്തോളം പട്ടണത്തിന്റെ വലുപ്പം. അമേരിക്കയിലുള്ള നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ പട്ടണത്തിൽ എത്ര 5-സ്റ്റാർ ഹോട്ടലുണ്ട്. ടെല്ലവീവിൽ 300-ലധികം 5-സ്റ്റാർ ഹോട്ടലുണ്ട്. ആ പട്ടണത്തെ അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ഓഫ് ദ ഗേ പീപ്പിൾ, ഹോമോസെക്ഷൽസിന്റെ, സ്വവർഗഭോഗികളുടെ ലോക തലസ്ഥാനം എന്ന് പറയുന്നത് ടെല്ലവീവാണ്. ദൈവം ആ പട്ടണത്തിന് സോദോം എന്ന് പേര് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരുടെ സ്ത്രീകളൊക്കെ വെസ്റ്റേണേഴ്സ് ജീവിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറം കടന്ന ഒരു ഇതിലാണ് ജീവിക്കുന്നത്. ഞാന് ആ ടെല്ലവീവിന്റെ അതിലെ പോയപ്പോൾ ഗൈഡ് പറഞ്ഞത് ഓർമ്മയുണ്ട്. ബ്രദർ എന്നോട് പറയുകയാണ്, അവിടോട്ടൊന്നും പോകണ്ട, വുമൺ ആർ ഓൾമോസ്റ്റ് ഹാഫ് നേക്കഡ്. അത്ര അധാർമികത്വം നിറഞ്ഞൊരു സ്ഥലം. 80% of Jewish people are secular people and out of it 50% are atheists. 80% ഭൗമികമായി ജീവിക്കുന്നവരും 50% നിരീശ്വരന്മാരും, 20% ഓർത്തഡോക്സ് യഹൂദന്മാർ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു, ഇറങ്ങി വന്ന് ആദമിനോട് സംസാരിച്ചു, ഇറങ്ങി വന്ന്. അതൊക്കെ വ്യക്തികളോടാ. ദൈവം എന്നാൽ ഇറങ്ങി വന്ന് ആദ്യമായി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ വീണ്ടെടുത്തൊരു ജനത്തെ കിട്ടിയപ്പോഴാണ്. മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്ക് ആലയം ഉണ്ടാക്കണം. ദൈവം തന്നെ അറിഞ്ഞവരുടെ മധ്യത്തിലേ വസിക്കത്തുള്ളൂ. ഈ സങ്കീർത്തനങ്ങൾ 22:3 വായിക്കുന്നത് എന്താ? ഇസ്രായേലിന്റെ സ്തുതികളിൽ മേലാണ് അവൻ വസിക്കുന്നത്. എന്തുകൊണ്ടാ സഭയിൽ വസിക്കുന്നത്? 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അതിന്റെ കാരണം അവർ അവനെ അറിഞ്ഞവരാണ്. എന്നാൽ ഇവൻ സിയോനിൽ മടങ്ങി വന്ന് പാർക്കണമെങ്കിൽ ഇവന് കർത്താവിനെ അറിഞ്ഞാലല്ല സാധിക്കുള്ളൂ. ഇങ്ങനെ ആത്മീക അധപ്പതനം സംഭവിച്ച യഹൂദന്റെ മധ്യത്തിൽ കർത്താവ് വരുമോ? വരില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അവിടെ നടക്കും. അതിന്റെ മുമ്പ് അവിടെ ചില കാര്യങ്ങൾ നടക്കും. ആ നടക്കുന്നതിന് വേണ്ടിയുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഞാനതിന്റെ വിശദീകരണം എടുത്തോളാം. പക്ഷെങ്കിൽ ഇന്ന് ഈ സമയത്ത് തന്നെ കേൾക്കുമ്പോൾ നിങ്ങളോടൊരു വാക്യം വായിച്ച് ആ കാര്യം ഒന്ന് പറയാതെ പോയാൽ ശരിയാകത്തില്ല. ഇത് അവരെ ശുദ്ധീകരിക്കാൻ ദൈവം ചെയ്യുന്ന പണി ഞാൻ പറഞ്ഞുതരാം. 2 വാക്യം ഞാൻ വായിക്കാം, 2 വാക്യം. എന്നിട്ട് നിങ്ങൾ അതിന്റെ പ്രാധാന്യത ഒന്ന് ചിന്തിക്കുക. നമുക്കതിന്റെ വിശദീകരണം നാളെ ഓർക്കാം. യോവേൽ പ്രവചനം 3-ാം അധ്യായം എടുത്താട്ടെ. യോവേൽ പ്രവചനം. എന്റെ സൗരന്മാരെ, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ നടക്കുന്നത് അവിചാരിതമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ. എന്തിനാണ് യഹൂദനുള്ള ബന്ധത്തിൽ പത്രോസ് പറഞ്ഞതുപോലെ വിശുദ്ധ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ. 1 by 1 അവരുടെ റിസ്റ്റോറേഷൻ ആത്മീകമായി നടക്കണം. ആത്മീക റിസ്റ്റോറേഷൻ നടക്കാൻ അവർക്ക് മറ്റൊരു കാര്യം നടക്കണം. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 1-2 വാക്യം നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കാൻ പോവുകയാണ്. ഞാൻ യെരുശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തം എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. മതി. അണ്ടർലൈൻ ചെയ്തോണേ. എന്താ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്? ദൈവം ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിക്കുക. എന്റെ ജനമായ യഹൂദന്റെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുന്ന നാളുകളും കാലങ്ങളും ആ ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. അവരുടെ യഥാസ്ഥാനത്തിന്റെ നാളുകൾ. ഒരിക്കൽ പറിച്ചു മുടിച്ചു കളയുവാൻ ദൈവം ജാഗരിച്ചെങ്കിൽ ഇന്ന് അവരെ പണിയുവാനും നടുവാനും ദൈവം ജാഗരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു കാര്യം നടക്കുമെന്ന് പറഞ്ഞു. എന്റെ പിതാക്കന്മാരൊക്കെ എങ്ങനെ ഇത് വിശ്വസിച്ചു? അവർ വിശ്വസിച്ചു, പക്ഷേ ഇതെങ്ങനെ നടക്കുമെന്ന് അവർ അറിഞ്ഞില്ല. അവിടെ പറയുന്നത് എന്താ? ഈ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം നടത്തും. എന്താ? ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫ്ത്ത് താഴ്വരയിൽ വരുത്തും. അങ്ങനെയാണോ ബൈബിള് പറയുന്നത്? എന്റെ സഹോദരന്മാരെ, അങ്ങനെയാണോ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സകല ജാതികൾ എന്ന് പറഞ്ഞാൽ നേഷൻസ് ആണ്. ഐ എം ഗോയിങ് ടു ബ്രിങ് ഓൾ നേഷൻസ് ആൻഡ് ടു ദ വാലി ഓഫ് യഹോശഫാത്ത്. ഇന്നത്തെ രാഷ്ട്രീയം എന്താണ്? ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താണ്?
ഗാസ കോൺഫ്ലിക്ട് മൂലം നിങ്ങൾ വാർത്തകളിൽ നോക്കുകയല്ലേ. ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ BBC ന്യൂസും മറ്റും വളരെ ശ്രദ്ധയോടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അമേരിക്കയുടെ തെരുവിലൂടെ ജാഥകൾ നടക്കുന്നു യഹൂദന് വിരോധമായി. യൂറോപ്പിൽ അനേക സ്ഥലങ്ങളിൽ യഹൂദനെതിരായി. എന്തിനു പറയുന്നു? കേരളത്തിൽ എത്ര മീറ്റിംഗാണ് നടന്നത്? ഇവിടെ പ്രൊഫസേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ് യഹൂദന് വിരോധമായി. നിങ്ങളൊന്ന് വാട്സപ്പ് ഒന്ന് കയറി നോക്കിയേ, മുഴുവൻ യഹൂദന് വിരോധമായി. എന്തിനാ? ഈ പ്രവചനം കൂടെ നിവർത്തിക്കണം. സകല ജാതികളെ ഞാൻ കൂട്ടി അവിടെ കൊണ്ടുവരും. എന്തുകൊണ്ടുവരും? ഈ സമയത്ത് ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു വാക്യം കൂടെ വായിക്കാം. എന്റെ സിസ്റ്ററെ സഫന്യ പ്രവചനം എടുത്താട്ടെ. ഞാൻ ഓർപ്പിച്ച പോലെ ചില ബുദ്ധിമുട്ടുകൊണ്ട് എടുക്കാൻ. സഫന്യ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. ദൈവത്തിന്റെ തീരുമാനമാണ് ഇവരെ അവിടെ കൊണ്ടുവരണമെന്നുള്ളത്. സഫന്യ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. ദൈവം ഒരു കാര്യം നിർണയിച്ചു. He has determined. What is that determination? A determination to gather the nations. രാഷ്ട്രങ്ങളെ ഞാൻ കൂട്ടാൻ പോവുകയാണ്. ഇന്ന് രാഷ്ട്രീയ ഗോളത്തിൽ കാണുന്ന സങ്കീർണമായ പ്രശ്നമുണ്ടല്ലോ. ഇസ്രായേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക് പലസ്തീൻ രാഷ്ട്രമാക്കി തീർക്കണം. യെരുശലേം അവർക്ക് അവരുടെ തലസ്ഥാനമായി കൊടുക്കണം. ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത ഈ പ്രശ്നം ആഗോളമായ പ്രശ്നമായി തീരെത്തുകയാണ്. ആഗോളം ദൈവമക്കളെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇത് വാച്ച് ചെയ്തോളാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ഉണർന്നിരുന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ലോകരാഷ്ട്രീയത്തിൽ യഹൂദന്റെയും യെരുശലേമിനെയും സ്ഥിതി മാറ്റുന്ന ഒരു നാളുണ്ട്. ആ ദിവസങ്ങളിൽ ഞാനും നിങ്ങൾ ജീവിക്കുകയാണ്. യോവേൽ പറഞ്ഞതുപോലെ അന്ന് ഞാനൊരു കാര്യം നിർണയിച്ചിട്ടുണ്ട്. സകല ജാതികളെ ഞാൻ യഹോശാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരും. ഏതാ യഹോശാഫാത്ത് താഴ്വര? ഇസ്രായേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്കിന്റെ ഒരു ഭാഗമാണ്. വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഈ ബൈബിളിൽ പറഞ്ഞ പ്രവചനം ഞാൻ കാണിക്കാം ഈ ദിവസങ്ങളിൽ. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തിലാണ് യെരുശലേം ദേവാലയം നിന്ന സ്ഥലം. ഒരു ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ റീറ്റെയിനിങ് വാൾ ആണ് നമ്മളിപ്പോ കാണുന്ന വെയിലിംഗ് വാൾ. അതിന്റെ സൈഡിലോട്ട് നോക്കിയാൽ, ഒലിമലയിൽ നിന്ന് നോക്കിയാൽ വലിയൊരു താഴ്വരയും, ആ താഴ്വര കടന്ന് കിദ്രോൻ താഴ്വരയാണ് അടിയിൽ. ആ താഴ്വരയ്ക്ക് വേറൊരു പേരുണ്ട്, വാലി ഓഫ് ഹിനോം. ആ താഴ്വര കഴിഞ്ഞ് മുകളിലോട്ട് പോയാൽ ഒലിമലയാണ്. ഈ താഴ്വരയുടെ നമുക്ക് ഒരു ചരിവ് ഒലിമലയിൽ നിന്ന് നോക്കിയാൽ കാണാം. ആ താഴ്വരയാണ്, ആ ചരിവാണ് യഹോശാഫാത്ത് താഴ്വര. അവിടെ വരുമെന്ന് സൈന്യങ്ങൾ, ലോക സൈന്യങ്ങളെ അവിടെ കൊണ്ടുവരികയാണ്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വേദവശം പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ മതി. എന്നാൽ യഹൂദ മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അന്തിമ ന്യായവിധിയുടെ സ്ഥലമാണിതെന്ന് പറയുന്നു. ഈവൻ ഖുർആൻ പോലും പറയുന്നു. വാലി ഓഫ് ഡിസിഷൻ എന്ന് യോവേലിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോവേൽ 2-12 വാക്യങ്ങൾ. വാലി ഓഫ് ഡിസിഷൻ, വിധിയുടെ താഴ്വര എന്നാണ്. ലോക ജനത അവിടെ കൂടാൻ പോവുകയാണ്. നോക്കുക, ഈ പ്രശ്നം രൂക്ഷമാകാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഇസ്രായേലിൽ കാണുന്ന പ്രശ്നമുണ്ടല്ലോ, ഇന്ന് ശബ്ദമുയർത്തുകയാണ്. അതിനവർ പറയുന്നത് നിങ്ങൾ ഇസ്രായേലിൽ ചെന്നാൽ കേൾക്കാം, നമ്മുടെ ഗൈഡുകൾ പറയുന്ന കേൾക്കാം. മാത്രമല്ല, ഇന്നത്തെ മീഡിയയിൽ എന്താ പറയുന്നത്? ഒക്യുപ്പൈഡ് ലാൻഡ്, യഹൂദൻ ഒക്യുപ്പൈ ചെയ്ത ലാൻഡാണ്. അങ്ങനെ ആക്കി മീഡിയ. ആരെങ്കിലും പറയുന്നുണ്ടോ 67 ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടി വന്നപ്പോൾ അവർ പിടിച്ചെടുത്ത സ്ഥലമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അവർ പറയുന്നത് അതല്ല. അവർ പറയുന്നത് ഇത് ഒക്യുപ്പൈഡ് ലാൻഡാണ്. ഇത് പ്രശ്നമാകാൻ പോവുകയാണ്. ആ പ്രശ്നത്തിന്റെ മൂർച്ഛന്റെ അവസ്ഥയിൽ യഹൂദന്റെ കയ്യിലുള്ള സകല ആയുധങ്ങളെ തീരാൻ പോവുകയാണ്. ഇന്നവര് ഈ അഹങ്കരിച്ച് നിൽക്കുന്നതിന്റെ കാരണം എന്നാ? ദേ ആർ എ ന്യൂക്ലിയർ നേഷൻ. പക്ഷേ 3.5 വർഷം കൊണ്ട്, ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം നിർത്താം. നിങ്ങൾ ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം എടുത്താട്ടെ. യഹൂദന്റെ കയ്യിലുള്ള സകല ആയുധങ്ങളും തീരും. 3.5 വർഷം കൊണ്ട് അവർ ഈ ദിവസങ്ങളിൽ നെതന്യാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറബികൾ ആയുധം താഴെ വെച്ചാൽ സമാധാനം, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ കാണത്തില്ല. അത് ഗോൾഡ മേയർ പറഞ്ഞ വാക്കാണ് നെതന്യാഹു എടുത്ത് കോട്ടിയത്. ഇസ്രായേലിന് ആയുധം താഴെ വെക്കാൻ നിവൃത്തിയില്ല. അവരുടെ ചുറ്റും ശത്രുക്കളാണ്, ലോകം മുഴുവൻ അവർക്ക് എതിരാണ്. നോക്കുക, കാലം എത്ര എന്ന് ചോദിക്കുന്നു. ഈ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കപ്പെടാൻ സമയം എത്ര എടുക്കും? യഹൂദൻ അനുഗ്രഹത്തിൽ വരുവാൻ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം എടുത്താട്ടെ. അതിന്റെ മധ്യഭാഗം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. മധ്യഭാഗം, 7-ന്റെ മുഴുവൻ വായിക്കാൻ നേരമില്ല. മധ്യഭാഗം ഒന്ന് വായിച്ചേ. ജീവിച്ചിരിക്കുന്നവനായവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ മതി. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും 3.5 കാലം, 7 വർഷം മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാനത്തെ 3.5 വർഷം. അവിടെ എന്ത് സംഭവിക്കും? വിശുദ്ധ ജനത്തിന്റെ ബലം തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ യഹൂദന്റെ കയ്യിലെ മിലിറ്ററി പവർ തീരും. അവൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി അവന്റെ ആയുധങ്ങൾ തീരും. അത് തീർന്നു കഴിയുമ്പോൾ കുത്തിയവങ്കിലേക്ക് അവൻ നോക്കിക്കറിയും. അവന് രക്ഷയില്ല. ആ സമയത്താണ് ദൈവം തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്ന് അവർക്ക് അനുതാപം ഉണ്ടാകുന്നത്.
അതുവരെ അവരുടെ ശക്തിയിൽ അവർ ആശ്രയിക്കുകയാണ്, അവരുടെ മിലിറ്ററി പവറിൽ അവർ ആശ്രയിക്കുകയാണ്. എന്നാൽ ഇവിടെ വായിച്ചത് എന്താ? വിശുദ്ധ ജനത്തിന്റെ ബലം തീർന്നു പോകും. മിലിറ്ററി പവർ. ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രശ്നം ഇതിലേക്ക് നയിക്കുകയാണ്. ഇന്ന് കാണുന്ന ഗാസ പ്രശ്നം, ഇന്ന് കാണുന്ന വെസ്റ്റ് ബാങ്ക്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവസാനത്തെ പ്രശ്നത്തിന് വേണ്ടി കളമൊരുക്കപ്പെട്ട കാലത്ത് നമ്മൾ ജീവിക്കുന്നു. എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഉൾപ്രാവണം നടന്നേ ഒക്കുള്ളൂ. നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടെങ്കിലേ സാധിക്കുള്ളൂ. ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഭൂമിയിലെങ്ങും വരുന്ന ഒരു പരീക്ഷകാലമുണ്ട്, അന്ന് ഞാൻ നിന്നെ കാക്കും. ഐ വിൽ കീപ് യു ഔട്ട് ഓഫ് ദ ട്രയൽ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഓൺ ദ വേൾഡ്. ലോകത്തിൽ വരുന്ന, ആഗോളമായി വരുന്ന ഈ ഭയാനകമായ കാലത്തിൽ ഐ വിൽ കീപ് യു ത്രൂ എന്നല്ല, ഐ വിൽ കീപ് യു ഔട്ട് ഓഫ് ഇറ്റ്. അത് ഉൾപ്രാവണത്താൽ മാറ്റപ്പെടുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്നതിന് വേണ്ടി ലോകരാഷ്ട്രീയം ഒരുക്കപ്പെട്ടു, യഹൂദനെ മടക്കിക്കൊണ്ടുവന്നു. ദൈവജനത്തിന്റെ പ്രവചനങ്ങൾ ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടെ നിവർത്തിക്കപ്പെടും. ദാനിയേല് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് മനസ്സിലായി, പ്രവാസകാലം കഴിയുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ ദാനിയേൽ മുട്ടുമടക്കി ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, തന്റെ പാപവും ജനത്തിന്റെ പാപവും ഏറ്റുപറയാൻ തുടങ്ങി. നാം ഇത് കാണുമ്പോൾ, ഈ കാർമേഘം ഉയർന്ന് കാണുമ്പോൾ പ്രാർത്ഥിക്കാം, ദൈവത്തോട് അടുക്കാം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടുമോന്ന് അറിയില്ല. ക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചോരയൊഴുക്കിയ കർത്താവ്, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച കർത്താവിനെ ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറന്ന് അംഗീകരിച്ച് ഒരു ദൈവവേദലായി തീരുവാൻ ദൈവമിടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാളെ രാത്രിയിൽ രാഷ്ട്രീയ പ്രശ്നം നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുന്നത്. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. കാഹളധ്വനിങ്കൽ ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ.